കോലഞ്ചേരി പള്ളി പെരുന്നാൾ ഇവിടെ വണ്ടി ഇട്ടേച്ച് പോകാൻ സാധ്യതയില്ല. ഇവിടെ നല്ല ദൂരമില്ല. അപ്പുറ സൈഡിലേക്ക് ഇത്രയും ഇങ്ങോട്ട് നീക്കിടാറില്ല സാർ. അവിടെ ആ റോഡുകളിലൊക്കെ ഇഷ്ടംപോലെ ഇടാറുണ്ട്. ഇങ്ങോട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ടൗണിലിടാൻ പറ്റില്ല. പിന്നെ ഇടാവുന്ന പള്ളിയുടെ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ കൊഞ്ചേരി പള്ളിയിൽ മെയിൻ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പള്ളി പെരുന്നാൾ വരുമ്പോൾ അവിടെ മുഴുവൻ കച്ചവടത്തിൻ്റെ ഈ ഇത് വരും. അപ്പോൾ പിന്നെ അവിടെ പാർക്കിംഗ് ഉണ്ടാവില്ല. അവിടെ പള്ളിയുടെ മുമ്പിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ അത് മുഴുവൻ ഷോപ്സ് വരും, ടെമ്പററി ഷോപ്സ്. അതായത് 15 ഡേയ്സിലേക്കുള്ള ഈ പള്ളി പെരുന്നാളും വാങ്ങിച്ചുള്ള ടെമ്പററി ഷോപ്സ്. ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും ആളില്ല തോന്നി. അതൊക്കെ ഇപ്പോൾ കാരണം ഈ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ വന്നത് പിന്നെ ആളുകൾ അങ്ങനെ ഒരു പരിധിക്കുള്ളിൽ ഇപ്പോൾ മേടിക്കുന്നില്ല. പിന്നെ പണ്ട് ഒരുപാട് ചെടികൾ വരുമായിരുന്നു. ഇപ്പോൾ ഈ നഴ്സറികൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെടികൾ കിട്ടാനും ബുദ്ധിമുട്ടില്ല. ഇവിടെ തന്നെ ഒരു 6 കിലോമീറ്ററിനുള്ളിൽ 3-4 നഴ്സറി ഉണ്ട്. പിന്നെ അതൊരു അതേപോലെ പള്ളി പെരുന്നാളിനൊന്നും മേടിക്കുന്ന നിർബന്ധമില്ല. നമുക്ക് സൗകര്യമുള്ളത് ജൂണിൽ തന്നെ വയ്ക്കാം. ജൂലൈ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അയാൾ ഇട്ടേക്കുന്നത് റെയിലാണല്ലോ. റെയിലിന് അധികം കോസ്റ്റ് ഇല്ല അല്ലേ. 1000-700 ഉണ്ട് കേട്ടോ. പാൻസും ഷർട്ടും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് ഉണ്ട്. മറ്റേ ഫുൾ ഇത് 200 കിട്ടും. ചെറിയ അവരുടെ റെയിൻ കോട്ട് ഫുള്ളായിട്ടില്ല. പാൻസും ഷർട്ടാകുമ്പോൾ ചിലപ്പോൾ 500-600 വരെ ഒരു സെറ്റ്. പക്ഷെ വണ്ടികൾക്കൊരു കുറവില്ല. ഇത് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ പോകുന്ന വണ്ടികൾ 2 വീലറൊക്കെ ഓടിക്കുന്നുണ്ട്. ആളുകൾ സാധാരണ മഴയത്ത് കുറച്ച് ആളുകൾക്ക് മാറി നിൽക്കില്ലേ, ആളുകൾ ഓടിച്ച് പോകുന്നുണ്ട്. 2 വീലറും പോകുന്നുണ്ട്, 4 വീലറും പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്.
ഹലോ ഹലോ എത്തിയോ? ഓക്കെ ഓക്കെ. ഇവിടെ ചെറിയ ബ്ലോക്കാന്ന് തോന്നുന്നു.